ഇത്തവണത്തെ മണ്ഡലകാലത്തിനു മുന്നോടിയായി 56.63 കോടി രൂപയാണ് പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ റോഡ് നവീകരണത്തിനായി നീക്കിവച്ചിരിക്കുന്നത്. കൂടാതെ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് മറ്റ് ഫണ്ടുകളും ലഭ്യമാണ്. എന്നാൽ ഈ വർഷവും അയ്യപ്പന്മാരുടെ നടുവൊടിക്കുന്ന റോഡുകൾക്ക് മാറ്റമുണ്ടാകില്ല. പണികൾ പൂർത്തിയാക്കാൻ 20 കോടി രൂപ പോലും വേണ്ടെന്ന് വിദഗ്ധർ പറയുമ്പോൾ എല്ലാ കൊല്ലവും അനുവദിക്കുന്ന കോടികൾ ഉദ്യോഗസ്ഥരും കരാറുകാരും ചേർന്ന് വീതിച്ചെടുക്കുന്നുവെന്നാണ് ആരോപണം ഉയരുന്നത്. താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥൻ തൊട്ട് മുകളിൽ ഉള്ള ഉദ്യോഗസ്ഥർ വരെ അഴിമതി നടത്തുന്നതിനുള്ള ഒരു വഴി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് ഈ പണം കൂടുതലായിട്ട് അനുവദിക്കുന്നത്. അവസാന നിമിഷത്തിൽ ഈ ടെൻഡർ ഒഴിവാക്കി പൊതുമരാമത്ത് വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കായി കരാറുകൾ നൽകുന്നതായും ആക്ഷേപമുണ്ട്. അറ്റകുറ്റപ്പണികൾ പേരിനു മാത്രം നടത്തുമ്പോൾ അടുത്ത മണ്ഡലകാലത്തിന് മുൻപേ തന്നെ ഈ റോഡുകൾ പൊട്ടിപ്പൊളിയും. ഇതോടെ അടുത്ത വർഷത്തേക്കുള്ള കുഴിയടയ്ക്കൽ നടപടികൾ ആരംഭിക്കും. പൊതുഖജനാവിൽ നിന്നും പണം ദൂർത്തടിക്കുന്ന ഈ നടപടിക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യവുമായി നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട്. ടോബി ജോൺസൺ, മീഡിയ 1, പത്തനംതിട്ട.